കൗണ്ടിങ് കാസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. എല്ലാവരും വീട്ടിൽ ലോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കൂടി തന്നെ ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു വിഷയമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും വാഹനം വളരെ നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്ത് സുഖമായിട്ട് സിറ്റിയിൽ കൂടി ഹൈവേ കൂടിയൊക്കെ സുഖമായിട്ട് ഓടിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ഒരു എന്താ പറയുക 95% ആൾക്കാരും മറന്നു പോണ ഒരു സംഭവമാണ് ഇതിൻ്റെ വീല് അല്ലെങ്കിൽ ടയർ ഭാഗം, വീൽ ഭാഗം. റോഡായിട്ട് ഏറ്റവും അധികം ബന്ധിപ്പിക്കണം അല്ലെങ്കിൽ ഏറ്റവും അധികം ടച്ച് വരുന്ന വണ്ടിയുടെ ഏക പാർട്സാണ് അല്ലെങ്കിൽ പാർട്ടാണ് ഈ ടയേഴ്സ് അല്ലെങ്കിൽ വീൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത്? നമ്മൾ ഒരു പുതിയ കാർ മേടിക്കുമ്പോഴും അവർ പറയും ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ വീൽ അലൈൻമെൻറ്റ് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് സർവീസിന് ചെല്ലുമ്പോൾ തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് സർവീസിന് ചെല്ലുമ്പോൾ തന്നെ അവർ പറയും ഇതിൻ്റെ വീൽ അലൈൻമെൻറ്റ് ചെയ്യാറായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. ഇനി വീൽ അലൈൻമെൻറ്റ് എന്താ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ കമ്പനിയിൽ നിന്ന് ഒരു പുതിയ കാർ വാങ്ങിക്കുമ്പോൾ എല്ലാ കമ്പനിക്കും ഓരോ കമ്പനിക്കും അതിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് പറഞ്ഞാൽ വണ്ടിയുടെ വെയിറ്റ്, വണ്ടിയുടെ വീതി, നീളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യും. ഓരോ വാഹനത്തിന് ഇത്ര അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രീസെറ്റ് ആണതല്ല. എല്ലാ കമ്പനിയും ഒരു കാർ പുറത്തേക്ക് വിടുമ്പോൾ പ്രീസെറ്റ് അലൈൻമെൻറ്റ് ഉണ്ടാവും. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പല ഘട്ടങ്ങളിൽ കൂടി പല ടൈപ്പ് റോഡിൽ കൂടി നമ്മൾ ഓടിക്കാറുണ്ട്. ചിലപ്പോൾ വാഹനം എവിടെയെങ്കിലും മുട്ടാം, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആവാം, അല്ലെങ്കിൽ ടയർ നമ്മൾ മാറ്റിയിടേണ്ട ആവശ്യങ്ങൾ വരും. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ എന്തായാലും എന്താ പറയുക ഒരു വീൽ അലൈൻമെൻറ്റ് ചെയ്യണം. അലൈൻമെൻറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയിൽ നിന്ന് മേടിച്ച ആ ഒരു അലൈൻമെൻറ്റിലേക്ക് തിരിച്ച് ഈ ഒരു ഇപ്പോൾ തെറ്റിയിരിക്കുന്ന അലൈൻമെൻറ്റ് തിരിച്ച് ഒറിജിനൽ അലൈൻമെൻറ്റിലേക്ക് പിടിച്ചിടുന്നു. അതാണ് വീൽ അലൈൻമെൻറ്റ്. ബേസിക് ആയിട്ട് പറയണമെങ്കിൽ അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കറക്റ്റായിട്ട് ഒറിജിനൽ അലൈൻമെൻറ്റിലേക്ക് ഇടുമ്പോൾ നമുക്ക് ആ വാഹനം നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സെയിം ഫീലിംഗ് തന്നെ നമുക്ക് അപ്പോഴും കിട്ടും. അതാണ് വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ എല്ലാവരും പറയണം. ഇനി വീൽ അലൈൻമെൻറ്റ് ഞാൻ ഫുള്ള് വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. ഒരു വാഹനം ഫുള്ള് വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. വീൽ അലൈൻമെൻറ്റ് ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു വയ്ക്കുന്നുണ്ട്. എനിക്ക് ഈ വീഡിയോ എടുക്കാൻ സഹായിച്ചത് ടെക്സാസ് ഓട്ടോകെയർ ആലുവയാണ്. ടെക്സാസ് ഓട്ടോകെയർ ആലുവയിൽ 4 വീൽ സംബന്ധമായിട്ടുള്ള ഏത് വാഹനമായാലും ഏത് ബ്രാൻഡായാലും എത്ര പഴയ വാഹനമായാലും എല്ലാ ഉത്തരവാദിത്തവും കൂടിയിട്ട് അതിന് എല്ലാവിധ മെയിൻ്റനൻസ് കാര്യങ്ങളും ഇൻക്ലൂഡിങ് വീൽ അലൈൻമെൻറ്റ്, വീൽ ബാലൻസിങ്, അതേപോലെ മെക്കാനിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാഹനത്തിൻ്റെ ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വളരെ ഉത്തരവാദിത്തത്തോട് കൂടി തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു വീൽ അലൈൻമെൻറ്റിനെ കുറിച്ച് സംസാരിക്കാം. വീൽ അലൈൻമെൻറ്റ് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ക്യാമ്പർ, കാസ്റ്റർ, പിന്നെ ടോ. അപ്പോൾ ക്യാമ്പർ, കാസ്റ്റർ, ടോ എന്ന് പറയുമ്പോൾ ഇത് മൂന്ന് എന്താ പറയുക 3 രീതിയിലുള്ള അലൈൻമെൻറ്റ് ഒരു പ്രോസസ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിന് സിമ്പിളായിട്ട് നമ്മൾ എന്താ പറയുക പറയണമെന്നുണ്ടെങ്കിൽ വീലിൻ്റെ ആംഗിൾസ് ആണ്. വീൽ ആംഗിൾസ് കറക്റ്റാക്കാൻ 3 സെഗ്മെൻ്റായിട്ട് ഈ ഒരു മൊത്തം വീൽ അലൈൻമെൻറ്റ് പ്രോസസ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ക്യാമ്പറിലേക്ക് കിടക്കാം. അപ്പോൾ ക്യാമ്പറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പർ ആംഗിൾസ് നമ്മൾ നോക്കും. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ വാഹനം എപ്പോഴും കറക്റ്റായിട്ടായിരിക്കും ഇരിക്കണം. പക്ഷേ അതിൻ്റെ ചെറിയ രീതിയിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ആംഗിൾ വ്യത്യാസങ്ങൾ കാണാം. ഈ ആംഗിൾ എന്നാൽ ക്യാമ്പർ മെയിനായിട്ട് നമ്മൾ അത് കറക്റ്റ് ആക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർണറിങ് എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ നേരത്ത് ക്യാമ്പർ ആംഗിൾസിൻ്റെ ആ ഒരു ചെറിയ മോണിറ്ററിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ 3D വീൽ അലൈൻമെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. 3D വീൽ അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ക്യാമ്പർ ആംഗിൾസ് കാണും. അത് മെയിനായിട്ട് ഒന്നിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് അരിയിരിക്കണം. നമ്മൾ പുതിയൊരു വാഹനം വാങ്ങിക്കുമ്പോൾ മിക്ക ബ്രാൻഡ്സിനകത്തും ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവ് ക്യാമ്പർ ആംഗിൾ കൊടുത്തിട്ടായിരിക്കും വരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഈ ക്യാമ്പർ ആംഗിൾസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോർണറിങ് എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വാഹനം പെട്ടെന്ന് നമ്മൾ ടേൺ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്നുള്ളൊരു ടേൺ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സൈഡിലേക്കായിരിക്കും വാഹനത്തിൻ്റെ പ്രഷർ മൊത്തം പോകണം. ഒരു സൈഡ് റിലീസായി പോകും. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് ടേണിങ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് പ്രഷർ കൂടിയിട്ട് റൈറ്റ് സൈഡിലേക്ക് അതിൻ്റെ പ്രഷർ റിലീസാവും. അപ്പോൾ കോർണറിങ് എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഇപ്പോൾ പോസിറ്റീവിലേക്കാണ് പോയേക്കണമെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ബ്രാൻഡും ഡീറ്റെയിലൊക്കെ കൊടുക്കുമ്പോൾ ആ കാറിൻ്റെ വാല്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി പ്രീസെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ നെഗറ്റീവ് ഫിഗറിലേക്ക് പോസിറ്റീവ് ഫിഗറിലേക്ക് പോയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ വാഹനം നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ നെഗറ്റീവ് ഫിഗറിലായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നേരെ തിരിച്ച് ക്യാമറ ആംഗിൾ നേരെ ആ നെഗറ്റീവ് ഫിഗറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് ബേസിക് ആയിട്ട് ക്യാമ്പർ ആംഗിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് കാസ്റ്ററിനെ കുറിച്ച് സംസാരിക്കാം. കാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് ഒന്ന് ഫുൾ ടേൺ ചെയ്തിട്ട് നമ്മൾ സ്റ്റിയറിംഗ് റിലീസ് ചെയ്യുമ്പോൾ ആ വാഹനം കറക്റ്റായിട്ട് ആ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് റിട്ടേൺ ആയിട്ട് കറക്റ്റ് നോർമൽ പൊസിഷനിലേക്ക് വരും. നോർമൽ പൊസിഷനിലേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ കാസ്റ്ററിന് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാസ്റ്റർ ആംഗിൾ നോക്കുമ്പോൾ കാസ്റ്റർ ആംഗിൾ മെയിനായിട്ട് 2 ഭാഗത്തേക്ക് രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗിന്റെ വെർട്ടിക്കൽ ആക്സിസും അതേപോലെ തന്നെ വീൽ ആക്സിസും ഇത് രണ്ടുമായിട്ട് അലൈൻ ചെയ്ത് പോകണം ഈ ഒരു കാസ്റ്റർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ കാസ്റ്റർ ആംഗിൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട് നമ്മൾ ഒരു ടേണിംഗ് എടുക്കുമ്പോൾ ഫുൾ ടേണിംഗ് എടുത്ത് കഴിയുമ്പോൾ സ്റ്റിയറിംഗ് ഒന്ന് റിലീസ് ചെയ്ത് നോക്കുക. സ്റ്റിയറിംഗ് തിരിച്ച് കറക്റ്റ് ഫസ്റ്റ് പൊസിഷനിലേക്ക് വന്നില്ലെങ്കിൽ കാസ്റ്റർ ആംഗിൾ പോയിരിക്കാൻ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ടോ എന്ന് പറയുമ്പോൾ TOE. ടോ മെയിനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും എങ്ങനെയൊക്കെയാണ് ടോന് പ്രശ്നമുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കണമെന്ന് പറഞ്ഞുതരാം. നമ്മൾ വാഹനം സ്ട്രെയിറ്റ് ഹൈവേ കൂടി പോകാനിരിക്കാം.
ഹൈവേ കൂടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അധികം നേരം നമ്മുടെ ഹാൻഡ് സ്റ്റിയറിംഗ് പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ പയ്യൊന്ന് റിലീസ് ചെയ്ത് നോക്കാം. പയ്യെ റിലീസ് ചെയ്ത് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോണ വഴി, എന്നാൽ ഈ സ്റ്റിയറിംഗിൽ ചെറിയ രീതിയിൽ മൈന്യൂട്ടായിട്ടൊരു വൈബ്രേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ടോയിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മളവിടെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ടോ മെയിനായിട്ട് ഫ്രണ്ട് വീൽ വെഹിക്കിൾസിനും ബാക്ക് വീൽ വെഹിക്കിൾസിനൊക്കെ ടോ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇത് മെയിനായിട്ട് കോർണറിങ് ചെയ്യുമ്പോൾ ആ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയാണ് മെയിനായിട്ട് ടോ ഉപയോഗിക്കണം. ഇനി എപ്പോഴാണ് വീൽ അലൈൻമെൻറ്റ് പോയിരിക്കുകയെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഫസ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒന്ന് സ്റ്റിയറിംഗ് ഒന്ന് ഫുള്ള് ടേൺ ചെയ്ത് നോക്കാം. ടേൺ ചെയ്തിട്ട് റിട്ടേൺ ആയിട്ട് കറക്റ്റ് ആ സ്റ്റിയറിംഗ് പണ്ടത്തെ പൊസിഷനിലേക്ക് വന്നില്ലെങ്കിൽ വീൽ അലൈൻമെൻറ്റ് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹൈവേയിൽ പോകാം, സ്ട്രെയിറ്റ് റോഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗ് പയ്യൊന്ന് കൈ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗിൽ ചെറിയൊരു ഇളക്കം കാണും, ചെറിയൊരു വൈബ്രേഷൻ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതേപോലെ വീൽ അലൈൻമെൻറ്റ് പോയിരിക്കുകയെന്ന്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടയർ അടക്കം ചെക്ക് ചെയ്യുക. ടയർ ചെക്ക് ചെയ്യുമ്പോൾ ടയറിൻ്റെ ഉൾഭാഗം ചിലപ്പോൾ വെട്ടി തേയാണ്ടാവും, അല്ലെങ്കിൽ പുറം ഭാഗം വെട്ടി തേയാണ്ടാവും. പക്ഷേ ഈ നമ്മൾ കാണുന്ന ഭാഗത്ത് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ചെയ്യും. പക്ഷെ നമ്മൾ കാണാത്ത ഭാഗങ്ങളിൽ ഇതുപോലെ ഗ്രിപ്പ് നല്ല രീതിയിൽ തന്നെ തേഞ്ഞിട്ട് ഉള്ളിലത്തെ മറ്റേ റേഡിയലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, സൈഡ് വലിവ്, വാഹനത്തിന് ഒരു സൈഡ് വലിവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ പോകണമെങ്കിലും വാഹനം പയ്യെ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ പിടിച്ചു പോകും. അങ്ങനെയുണ്ടെങ്കിലും നമുക്ക് ഇത് വാഹനത്തിൻ്റെ ഈ ഒരു എന്താ പറയുക വീൽ അലൈൻമെൻറ്റ് പോയിരിക്കുകയെന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണം? വീൽ അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, കോർണറിങ് എബിലിറ്റി. നമ്മൾ പെട്ടെന്ന് ടേണിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടേണിങ്ങിൽ നമുക്ക് നല്ല കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടും ഈ പറഞ്ഞ വീൽ അലൈൻമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഹനം നല്ല സ്റ്റേബിളാവും. ഇപ്പോൾ നമ്മളൊരു വാഹനം ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മൾ ഒരു എന്താ പറയുക 10,000-20,000 ഓടി വണ്ടിയൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്ത് പോകുന്ന വാഹനമാണെങ്കിൽ നമ്മൾ ഷോറൂമിൽ എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ കണ്ടീഷൻ തന്നെയായിരിക്കും ആ വാഹനത്തിന് അപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ടയറിൻ്റെ തേയ്മാനം വളരെ വളരെ കുറക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ടയർ പെർഫെക്റ്റ് ആയി കൂടുതൽ മൈലേജ് കിട്ടും. മൈലേജ് എന്ന് ഉദ്ദേശിച്ച് ടയർ മൈലേജാണ്. ഇപ്പോൾ ഒരു ടയർ ചില വാഹനങ്ങൾക്ക് 20,000 കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ ടയറൊക്കെ വെട്ടിത്തേയും. കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്ത് പോകണ വാഹനമാണ്, നല്ല ടയറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 40,000-50,000 കിലോമീറ്ററൊക്കെ ഒരു ടയർ നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ അതിന് മുകളിലേക്ക് കിട്ടുന്ന ടയേഴ്സ് ഉണ്ട്, 60,000-70,000 കിട്ടുന്ന ടയേഴ്സ് വേറെ ഉണ്ട്. ഇനി വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾ കൂടും. വാഹനത്തിൻ്റെ പെട്ടെന്നുള്ള എന്താ പറയുക പെട്ടെന്നുള്ള ഒരു ടേണിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വാഹനം നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും, നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആവില്ല. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇനി എപ്പോഴാണ് വീൽ അലൈൻമെൻറ്റ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കേസ് ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ. നിങ്ങൾ വാഹനം എവിടെയെങ്കിലും തട്ടേ മുട്ടേ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ആക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ വീൽ അലൈൻമെൻറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ വെച്ചാൽ ടയർ ചേഞ്ച് ചെയ്യും. നമ്മൾ ടയർ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ടയർ ചേഞ്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഫ്രണ്ടിലെ ബാക്കിലേക്ക് ഇടും, ബാക്കിൽ ഫ്രണ്ടിലേക്ക് ഇടും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക തേയ്മാനം വന്നതിന് ശേഷം നമ്മൾ പുതിയ ടയർ ഇടും. അല്ലെങ്കിൽ ചിലപ്പോൾ അലോയ് വീലാക്കാൻ വേണ്ടി ടയർ വരും. അങ്ങനെ സന്ദർഭത്തിനകത്ത് നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യണം. മൂന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 സിംറ്റംസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് തീർച്ചയായിട്ടും വീൽ അലൈൻമെൻറ്റ് ചെയ്തിരിക്കണം. ഇനി ഒരുപാട് പേരുടെ സംശയമാണ് എത്ര കിലോമീറ്ററിലാണ് നമുക്ക് വീൽ അലൈൻമെൻറ്റ് ചെയ്യേണ്ടത്. അത് ഡിപ്പെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹന നിർമ്മാതാക്കൾ നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ തന്നെ പറയും ഇത്ര കിലോമീറ്ററിന് ഈ വാഹനം ഒന്ന് വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തേക്കാം എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കൂടിയ വാഹനമൊക്കെ നോക്കുകയാണെങ്കിൽ 15 ലക്ഷത്തിന് മുകളിലേക്കുള്ള വാഹനമൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വീലിൻ്റെ ടയർ പ്രഷർ മോണിറ്ററും അതേപോലെ തന്നെ വീൽ അലൈൻമെൻറ്റ് ചെയ്യാറായോ അങ്ങനത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി വാഹനത്തിനകത്ത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വഴി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വെഹിക്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ഒരു 2,500 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെക്സ് ഒക്കെ ചെയ്തേക്കാം. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വാഹനം കാണിക്കുന്നുണ്ടെങ്കിൽ എല്ലാ 2,500 കിലോമീറ്ററും ഒന്ന് വീൽ അലൈൻമെൻ്റ് ഒക്കെ ചെയ്തു പോകണമെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. തരാം.